വിഷ്ണു, ഈ ഐവിൻ്റെ ഫോണിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളുണ്ട്. ഇതിനോടകം തന്നെ നിർണായക തെളിവുകൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, CCTV ദൃശ്യങ്ങളടക്കം. ഈ സംഭവം നടക്കുന്നത് മുതൽ ഐവിൻ തൻ്റെ ഫോണിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറുകയാണ്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ, പുതിയ വിവരങ്ങൾ വിഷ്ണു സുരേഷ്. എസ് പിയുടെ പ്രതികരണമാണ്. അതായത് ഐവിൻ തന്നെ ഇക്കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവായി മാറുമെന്നാണ് അല്പസമയം മുമ്പ് അവർ പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളും പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന, അതായത് 2 ഇടങ്ങളിലായാണ് ക്രൈം നടക്കുന്നത്. ഒന്ന് ഈ തോമ്പ്ര റോഡിലാണ്. അവിടെയാണ് ഐവിൻ്റെ കാർ ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ചാണ് തർക്കം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് തർക്കത്തിനിടയിൽ ഐവിനെ ഇടിച്ചിടുകയും പിന്നീട് ഐവൻ ഈ പ്രാണരക്ഷാർത്ഥം ആ ബോണറ്റിൽ കയറി പിടിക്കുകയും അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഐവിനെ ബോണറ്റിൻ്റെ ഫ്രണ്ടിലിട്ട് ഓടിച്ചു വരികയുമായിരുന്നു. എവിടെ വെച്ചോ ഐവിൻ ഈ സഡൻ ബ്രേക്കിൽ വീണിട്ടുണ്ട്. ആ സഡൻ ബ്രേക്കിൽ വീണ് അവിടെ നിന്ന് ഉരഞ്ഞ് ഇപ്പോൾ ഐവിൻ്റെ ഏറ്റവും അവസാനം ഐവിൻ്റെ മൃതദേഹം ലഭിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ആ ഉരവ് ഈ ശരീരത്തിൽ എപ്പാടും അറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതരുമൊക്കെ സംസാരിക്കുമ്പോൾ ഇന്നലെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൗൺസിലർ അടക്കമുള്ള ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം ഇന്നലെ സംഭവം ദൃശ്യങ്ങളൊക്കെ നേരിട്ട് കണ്ടത്. കൗൺസിലർ നമുക്കൊപ്പം ചേരുകയാണ്. കൗൺസിലർ അദ്ദേഹമാണ് ഈ ആളുകളെ ആശുപത്രിയിൽ, ഇവർ രണ്ടുപേരെയും ആശുപത്രിയിൽ, CSF ജവാനെയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെയും ഒക്കെ ആശുപത്രിയിൽ, ഐവിനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒപ്പം ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി എത്ര മണിയോടുകൂടിയാണ് സംഭവം? നിങ്ങളിത് കേട്ടറിഞ്ഞു വന്നാണോ അല്ലെങ്കിൽ സംഭവം നടക്കുമ്പോഴുണ്ടോ? കേട്ടറിഞ്ഞു വന്നാണ്. വീട് തൊട്ടപ്പുറയാണ്. ഒരു 10-20 ഉണ്ടാവും. സമയത്ത് വിളിച്ച് ഒരു ചേച്ചി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 2 പേരും ഒരു കാറ് കിടപ്പുണ്ട്. കാറിൻ്റെ ഫ്രണ്ടിൽ 2 പേര് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് അവിടെ വന്നു. ആംബുലൻസ് വിളിച്ച് ഇവരെ LF ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മരിച്ച ആളെ ആംബുലൻസില്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ശരീരം അരഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. ആംബുലൻസിൽ അവിടെ എത്തിച്ച് അവിടെ ഇറക്കുമ്പോൾ തന്നെ ആളുടെ മനം പോയിട്ടുണ്ട്. കട്ടച്ചോരയുണ്ട് വാഹനത്തിൽ. അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർ സംസാരിച്ച് പറഞ്ഞു ഏകദേശം ആളുടെ ജീവനില്ല എന്നുള്ള അവസ്ഥയിൽ പറഞ്ഞു. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പോലീസ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറ്റ് CSF ജവാനെയും പോലീസിൻ്റെ വാഹനത്തിൽ കൊണ്ടുവന്നു. അതാണ്, അതായത് അതിക്രൂരമായ ഒരു അപകടം തന്നെയാണ്. ഈ ഒരു വശം പൂർണ്ണമായും അരഞ്ഞു പോയിരുന്നു ഐവിൻ്റെ ശരീരം എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആംബുലൻസിൽ കയറ്റിയാണ് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോയപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ജനവാസ മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് ആളുകൾ തിങ്ങിപ്പറക്കുന്നിടയിൽ ഈ അപകടത്തിൻ്റെ ശബ്ദം കേട്ട് പിന്നീടാണ് ആളുകളൊക്കെ ഓടിക്കൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. TK, നാട്ടുകാർക്ക് അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നത് വ്യക്തവുമാണ്.